A2 ലെവലിൽ വൈൽ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കണക്റ്ററാണ് ദസ് എന്ന് പറയുന്നത്. ദസ് എന്നാൽ ദാറ്റ്, ഐ നോ ദാറ്റ്, ഐ വിഷ് ദാറ്റ്, ഐ ഹോപ്പ് ദാറ്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഇതെന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഒരു അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിവരം കൈമാറാനോ, അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഒക്കെ നമുക്ക് ദസ് യൂസ് ചെയ്യാം. ദസ് എന്ന് പറയുന്നത് വൈൽ പോലെ തന്നെ ഒരു നേബൻസാറ്റ്സ് കണക്റ്ററാണ്. നേബൻസാറ്റ്സ് കണക്റ്ററിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? ഹൗപ്സാറ്റ്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആണെങ്കിൽ നേബൻസാറ്റ്സ് എന്ന് പറയുന്നത് ഹൗപ്സാറ്റ്സിനെ ഹെൽപ്പ് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ റീസൺ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഉപയോഗിക്കുക. നമുക്ക് 2 എക്സാമ്പിൾ നോക്കാം. ഐ നോ ദാറ്റ് യു ആർ ടയേർഡ്. ഇവിടെ കണക്ട് ചെയ്തേക്കുന്ന എന്താണ്? ദാറ്റ് എന്ന് പറയുന്ന കണക്റ്ററാണ്. അത് ജർമ്മനിലേക്ക് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഇഷ് വൈസ് ദസ് ഡു മ്യൂഡെ ബെസ്റ്റ്. ഇംഗ്ലീഷിൽ എഴുതുമ്പം സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ്, അതിനുശേഷം നമ്മൾ കണക്റ്റർ യൂസ് ചെയ്തു, അതിനുശേഷം സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് തന്നെയാണ് നമ്മൾ എഴുതുന്നത്. ഇത് നമ്മൾ ജർമ്മനിൽ എഴുതിയപ്പോൾ എങ്ങനെ എഴുതിയത്? ജർമ്മനിൽ വന്നപ്പം സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് കണക്റ്റർ യൂസ് ചെയ്തു, അതിനുശേഷം സബ്ജക്റ്റ് ഒബ്ജക്റ്റ് വെർബ്, ഈ ഒരു ഫോമിലാണ് നമ്മൾ എഴുതിയേക്കുന്നത്. അതും ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു നമ്മൾ മിസ്സാക്കാൻ പാടില്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഈ കോമയാണ്. ജർമ്മനിൽ കോമ ഇടാതെ നമുക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇംഗ്ലീഷിലായിരുന്നെങ്കിൽ കോമയുടെ ആവശ്യം ഉണ്ടായിരുന്നോ? ഇല്ല. ഐ നോ ദാറ്റ് യു ആർ ടയേർഡ്. ഇഷ് വൈസ് കോമ നേബൻസാറ്റ്സിൽ മാത്രമേ നമ്മൾ കണക്റ്റ് ചെയ്യാൻ പാടുള്ളൂ. സെൻറ്റൻസ് വായിച്ച് നോക്കുക. നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ കൃത്യമായിട്ട് എന്താണ് പറയുക എന്നുള്ള ഒരു ക്വസ്റ്റ്യന് ആൻസറായിട്ട് വേണം നമ്മൾ ദസ് ഉപയോഗിക്കാൻ. ഓക്കെ, മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഷീ സെഡ് ദാറ്റ് ഷീ ഇസ് കമ്മിങ്. സി ഹാറ്റ് ഗെസാക്ട്. അതെന്താ ഹാറ്റ് ഗെസാക്ട്? ഓൾറെഡി പഠിച്ചതല്ലേ, പെർഫെക്റ്റ് ഫോമാണ്, പാസ്റ്റ് ഫോം. സി സാക്ട് എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ അവൾ പറയുന്നു എന്നേ ആവുള്ളൂ. അത് ഗെഗൻ വാർട്ടാണ്. ഇത് പാസ്റ്റ് ആണ്, പെർഫെക്റ്റ് ടെൻസ് ആണ്. സി ഹാറ്റ് ഗെസാക്ട്. എന്താണ് പറഞ്ഞത്? സി കോംറ്റ്. അത് പെട്ടെന്ന് നോക്കുമ്പം നോർമൽ സെൻറ്റൻസ് ആല്ലേ, സി കോംറ്റ്. ബട്ട് ഇവിടത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സെൻറ്റൻസിൽ ഒബ്ജക്റ്റ് ഇല്ല. ഒബ്ജക്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഈ സ്പേസിൽ വന്നേനെ. ഇവിടെ നമുക്ക് ആ സ്പേസിൽ എഴുതാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് സി കോംറ്റ് എന്ന് വന്നത്. ഇംഗ്ലീഷിൽ ഗെഗൻ വാർട്ടിൻ്റെ കൂടെ ഒരു ഹെൽപ്പിംഗ് വെർബ് അല്ലെങ്കിൽ ഓക്സിലറി വെർബ് കണ്ടോ? അത് നമ്മൾ ജർമ്മനിൽ എഴുതുമ്പോൾ ഉണ്ടോ? ഇല്ല. അത് ജർമ്മനിൽ നമ്മൾ എഴുതുമ്പം ഇല്ല. കാരണം ഗെഗൻ വാർട്ടിൽ നമ്മൾ സബ്ജക്റ്റ് മെയിൻ വെർബാണ് ഡയറക്റ്റ് ഉപയോഗിക്കുക. നമുക്ക് ഓക്സിലറി അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബിൻ്റെ ആവശ്യമില്ല. അപ്പോൾ സെൻറ്റൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ലേ? നേബൻസാറ്റ്സിൽ വേണം നമ്മൾ കണക്റ്റ് ചെയ്യാൻ, ഫ്രണ്ടിലായിരിക്കണം നമ്മൾ കണക്റ്റ് ചെയ്യേണ്ടത്. ബാക്കി റിമൈനിങ് സെൻറ്റൻസിൻ്റെ വെർബ് കോൺജുഗേറ്റ് ചെയ്ത് മാത്രം എൻഡ് ഓഫ് ദ സെൻറ്റൻസിൽ യൂസ് ചെയ്യുക. ഇപ്പം മേളത്തെ സെൻറ്റൻസ് കണ്ടോ? ദു സൈൻ വെർബിൻ്റെ കോൺജുഗേഷനാണ് ഇവിടെ നമ്മൾ ബിസ്റ്റായിട്ട് എഴുതിയേക്കുന്നത്. സൈൻ വെർബിൻ്റെ കോൺജുഗേഷൻ ഇഷ് ബിൻ ദു ബിസ്റ്റ്. ഓക്കെ, the connector thus in Deutsch is often used to introduce subordinate clauses. അതായത് നേബൻസാറ്റ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദസ് എന്ന് പറയുന്ന കണക്ടർ യൂസ് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, ഹൗപ്സാറ്റ്സ് ഓൾറെഡി കംപ്ലീറ്റഡ് ആയിരിക്കും ഈ കേസിൽ. നേബൻസാറ്റ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഐ ഹോപ്പ് ദാറ്റ്, ഞാൻ എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ദസ് എന്ന് പറഞ്ഞ കണക്ടർ ഉപയോഗിച്ച് നമ്മൾ റിമൈനിങ് സെൻറ്റൻസ് പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും സ്പീച്ചിനോ എക്സ്പ്ലനേഷനോ ഡിസ്ക്രിപ്ഷനോ എന്തെങ്കിലും ചിന്തകൾ പറയാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇതിൻ്റെ ഫോമാറ്റ് കണ്ടോ? സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ്, പിന്നെ
ഇതെന്താണ്? ഈ സെക്ഷനാണ് ഹൗപ്സാറ്റ്സ് എന്ന് പറയുന്നത്. ഹൗപ്സാറ്റ്സ്. നേബൻസാറ്റ്സ് ആണ് ഇവിടെ കാണുന്നത്. നേബൻസാറ്റ്സ്. നേബൻസാറ്റ്സിൽ വെർബ് എവിടേക്ക് മാറി? സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റിൽ വെർബ് എടുത്ത് ലാസ്റ്റത്തേക്ക് കൊണ്ടിട്ടു. അതിൻ്റെ കൂടെ ദസ് എന്ന് പറഞ്ഞ കണക്ടർ ആദ്യം പ്ലേസ് ചെയ്തു. ഇതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ട ഫോർമുല. ഇത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. നേബൻസാറ്റ്സ് എവിടെ പഠിച്ചാലും, നേബൻസാറ്റ്സ് കണക്ടർ എവിടെ പഠിച്ചാലും നമ്മൾ വെർബ് അമെൻഡ് ഓഫ് ദ സെൻറ്റൻസിലേക്ക് മാറ്റണം. ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ 2 സെൻറ്റൻസ് ഉണ്ടല്ലേ, 2 സിമ്പിൾ സെൻറ്റൻസ്, A2 ലെവലിലുള്ള 2 സിമ്പിൾ സെൻറ്റൻസ് ആണ് കിടക്കുന്നത്. Ich hoffe, du gehst gut. ഇതിൽ ഏതാണ് നേബൻസാറ്റ്സ്? അതെ, നേബൻസാറ്റ്സ് എന്ന് പറയുന്നത് ദു ഗേറ്റ്സ് ഗുഡ് എന്നുള്ളതാണ്. ഇഷ് ഹോഫ് എന്നുള്ളതാണ് ഹൗപ്സാറ്റ്സ്. അപ്പം നമുക്കത് ചേഞ്ച് ചെയ്യണം അല്ലേ. ഇവിടെ എന്ത് ചേഞ്ചാണ് നമ്മൾ ചെയ്യേണ്ടത്? നേബൻസാറ്റ്സിൽ വെർബ് കോൺജുഗേറ്റ് ചെയ്യണം. കോൺജുഗേറ്റ് ചെയ്താണ് ഇപ്പോൾ ഓൾറെഡി കിടക്കുന്നത്. ഇത് നമ്മൾ എങ്ങോട്ട് പ്ലേസ് ചെയ്യണം? അമെൻഡ് ഓഫ് ദ സെൻറ്റൻസിലേക്ക് പ്ലേസ് ചെയ്തു. അപ്പം ദു ഗുഡ് ഗേസ്റ്റ് എന്ന് വന്നു. കോൺജുഗേറ്റ് ചെയ്ത് ദു ഗേസ് ഗുഡ് എന്ന് വന്നു. കണക്ടർ എവിടെ എഴുതി? നേബൻസാറ്റ്സയുടെ ഫ്രണ്ടിൽ നമ്മൾ കണക്ടറും എഴുതി. അപ്പം ഇഷ് ഹോഫ് ദസ് ദു ഗുഡ് ഗേസ്റ്റ് എന്ന് വന്നു. ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. എസ് എസ് ഷാഡ് ദു കോംസ്റ്റ് നിഷ്ട്. A1 ലെവലിൽ 2 സെൻറ്റൻസ് ആണ്. എന്താണ് ബാഡ് എന്ന് പറഞ്ഞേക്കുന്നത്? ഓക്കെ, അതിൻ്റെ ആൻസറായിട്ട് കൊടുത്തേക്കുന്നത് ഈ പറയുന്ന ദു കോംസ്റ്റ് നിഷ്ട്, നീ വന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ റീസൺ. അപ്പോൾ നമ്മൾ അതിൽ വേണം ദസ് കണക്ട് ചെയ്യാൻ. ദസ് കണക്ട് ചെയ്തു. അതിനുശേഷം ഈ കോംസ്റ്റ് ആണ് നമ്മുടെ വെർബ് നമ്മൾ അമ്മൻ്റെയിലേക്ക് കൊണ്ടുപോയിട്ടു. ഇത് കണ്ടോ? ഇഷ് ബിൻ ഗ്ലൂക്ലിഷ്, ഇഷ് ലേർൻഡ് ഡോഷ്. ഇതിൽ ഏതായിരിക്കും ഹൗപ്സാറ്റ്സ്, ഏതായിരിക്കും നേബൻസാറ്റ്സ്? ഞാൻ ജർമ്മൻ പഠിക്കുന്നു, അത് ഹൗപ്സാറ്റ്സ് ആവുമോ? ഇല്ല, അത് റീസണാണ്. ഞാൻ ഹാപ്പി ആവാനുള്ള റീസണാണ് ഞാൻ ജർമ്മൻ പഠിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഹൗപ്സാറ്റ്സ് ആയിട്ട് നമ്മൾ ഫ്രണ്ടിൽ എഴുതേണ്ടത് ഏതാണ്? ഇഷ് ബിൻ ഗ്ലൂക്ലിഷ് എന്നുള്ളതാണ്. നേബൻസാറ്റ്സ് ആയിട്ട് ഇഷ് ലേർൻഡ് ഡോഷ്. അപ്പോൾ നമുക്ക് ദസ് ഇവിടെ കണക്ട് ചെയ്യാം. അതുപോലെ ലേൺ എന്നുള്ളത് ലാസ്റ്റത്തേക്ക് കൊണ്ടുപോകാം. അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞപ്പം സെൻറ്റൻസിന് എന്ത് മാറ്റം വന്നു? ഇഷ് ബിൻ ഗ്ലൂക്ലിഷ് ദസ് ഇഷ് ഡോഷ് ലേൺ. സെയിം തന്നെ. ഇഷ് ബിൻ മിയ സിഷർ, എനിക്ക് ഉറപ്പാണ്. ദി ക്ലൈഡൂങ് ഇസ് ഗുഡ്, ആ ക്ലോത്ത് നല്ലതാണെന്ന് എനിക്ക് ഉറപ്പാണ്. ഹൗപ്സാറ്റ്സെ നമ്മൾക്ക് എന്താണ് ഉറപ്പെന്നാണ് പറയുക. എന്താണ് ഉറപ്പെന്നുള്ളതിൻ്റെ ആൻസർ നമുക്ക് നേബൻസാറ്റ്സിൽ കിട്ടുകയും വേണം. ഇഷ് ബിൻ സിഷർ ദസ് ദി ക്ലൈഡൂങ് ഇസ്റ്റ് ബാക്കിലേക്ക് പോയി ഗുഡ് ഗേസ്റ്റ്. ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി നമുക്ക് കുറച്ച് എക്സസൈസ് നോക്കാം. ഇഷ് ഗ്ലൗബ് എർകോംറ്റ് മോർഗൻ. ഈ മോർഗൻ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ക്യാപിറ്റൽ വന്നാൽ എന്ത് വരും? ക്യാപിറ്റൽ എം വന്നു കഴിഞ്ഞാൽ, അതായത് നൗണായിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്താൽ രാവിലെ എന്നുള്ള മീനിങ്ങും, സ്മോൾ ലെറ്റർ ആണെങ്കിൽ അത് നാളെ അല്ലെങ്കിൽ ടുമോറോ എന്നുള്ള മീനിങ്ങും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ ഒബ്ജക്റ്റായിട്ട് നമുക്ക് എഴുതാനുള്ളത്. ഇഷ് ഗ്ലൗബ് ദസ്. ഇതെങ്ങനെ വരും? ദസ്സിൽ നേബൻസാറ്റ്സിൽ നമ്മൾ ദസ് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വെർബിനെ എങ്ങോട്ട് കൊണ്ടുപോകും? ലാസ്റ്റത്തേക്ക് കൊണ്ടുപോകണം. അപ്പം സെൻറ്റൻസ് ഇഷ് ഗ്ലൗബ് മോർഗൻ കോംറ്റ് wir hoffen dass du Zeit hast. മനസ്സിലായില്ലേ? ദി ലേററിൻ സാക്റ്റ് നമ്മൾ നേരത്തെ കണ്ടു. സി ഹാറ്റ് ഗെസാക്റ്റ്, അത് പെർഫെക്റ്റ് ഫോം ആയിരുന്നല്ലേ. ഇത് ഗെഗൻ വാർട്ട. ദി ലേററിൻ സാക്റ്റ്, അത്രയേ ഉള്ളൂ. ദി പ്രൂഫിങ് ഇസ് ലൈറ്റ്. ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എളുപ്പമായിരിക്കുമെന്ന്. അപ്പോൾ ഇതെങ്ങനെ എഴുതും? ദി ലേററിൻ സാക്റ്റ് ദസ് ദി പ്രൂഫിങ് ലൈറ്റസ്റ്റ്. കോമ ഇടാൻ ഒരിക്കലും മറക്കരുത്. കോമ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോമ ഇടാതിരുന്ന് കഴിഞ്ഞാൽ സെനൻസ് ഇററാവും, ഗ്രാമാറ്റിക്കലി ഇററാവും. ഇനി ഒരു 3 എണ്ണം ഉണ്ട്, നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമോ നോക്കുക.
നമുക്കത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ദസ് എന്ന് പറയുന്ന കണക്ടർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതൊരു നേബൻസ് ആർട്സെ കണക്ടറാണ്. അതുകൊണ്ട് തന്നെ ഇത് റീസൺ പറയാനോ അല്ലെങ്കിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഹബ്സാറ്റ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടോ ആയിരിക്കും ഉപയോഗിക്കുന്നത്. മലയാളത്തിൽ നമ്മൾ എന്ന് പറയില്ലേ, എന്ന് പറയാൻ വേണ്ടിയിട്ടായിരിക്കും ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ ഹബ്സാറ്റ്സിൽ പറയുന്ന സെൻറ്റൻസ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നേബൻസ് ആർട്സ് ഉപയോഗിക്കാം. ദസ് നമ്മൾ ഫ്രണ്ടിൽ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം വെർബിനെ കോൺജുഗേറ്റ് ചെയ്ത് മാത്രം മൊമെൻറ്റിൽ കൊണ്ട് പ്ലേസ് ചെയ്യാം. കോമ മസ്റ്റാണ്. ഇത്രയും ശ്രദ്ധിച്ചിട്ട് എഴുതാൻ പറ്റുന്നുണ്ടോ നോക്കാം.